നേരത്തെ പറഞ്ഞ ഓണത്തിൻ്റെ പഴയ ചിത്രങ്ങൾ നിറങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പല നിറങ്ങളാണല്ലോ, പൂക്കൾ പലത് വിരിയുമ്പോൾ തന്നെ പല നിറങ്ങളാണ് നമ്മുടെ കണ്ണിൽ ഓണത്തിൻ്റെ ഓർമ്മകളിൽ വരുന്നത്. അതുപോലെ നമ്മൾ അലങ്കരിക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന നിറങ്ങൾ, കാഴ്ചകൾ, പലതരം ചെടികൾ, ഒറ്റക്കിരുന്നാടിയ ഊഞ്ഞാൽ, അവിടെ ഗന്ധർവനുണ്ടാ പുളിമരത്തിലെന്ന് സങ്കല്പിച്ച് നമ്മളുണ്ടാക്കിയ കഥ, ഈ കഥകളൊക്കെ അന്ന് ചെറുപ്പമാണ്. പിന്നീട് കവിതകൾ എഴുതി തുടങ്ങുമ്പോൾ സർഗപരമായ നമ്മുടെ വാസനകൾക്ക് അത് എത്രത്തോളം പ്രചോദിപ്പിച്ചിട്ടുണ്ട്? ഏതൊരു എഴുത്തുകാരനും കലാകാരനും അയാൾ എഴുതുന്ന സമയത്ത് അയാളൊരു സങ്കല്പത്തിലെ ഒരു ഭൂമികയിലേക്ക് പോകും. ഞാൻ എഴുതാനിരിക്കുമ്പോഴും അത് കവിതയായാലും പാട്ടായാലും സ്മരണകളായാലും ഒക്കെ തന്നെ എൻ്റെ ഗ്രാമത്തിലേക്ക് ഞാൻ വരും. നമ്മളുടെ ഈ ചിത്രത്തിൻ്റെ ചാരുതയൊന്നും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിനില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ ഭൂമിയിൽ കുറച്ച് നേരം ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോഴാണ് നമുക്ക് ഈ ഇന്നത്തെ അവസ്ഥയും അന്നത്തെ അവസ്ഥയും തമ്മിലുള്ള കോൺട്രാസ്റ്റ് എല്ലാം നമുക്ക് ബോധ്യമാവുന്നത്. മാറ്റത്തെപ്പറ്റി ഞാൻ പരിതപിക്കുന്നില്ല, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം അന്നത്തെ പോലെ നമ്മൾ ആ പുളിയുടെ മൂട്ടിൽ ഇപ്പോഴും ഇരുന്ന് ഊഞ്ഞാലാടാൻ നമുക്ക് സാധ്യമല്ല. ജീവിതം മുമ്പോട്ട് പോകണ്ടേ. പുളി മുറിച്ചും കളഞ്ഞു, ഞാനെപ്പറ്റി എഴുതി. അപ്പോൾ മാറ്റങ്ങളുണ്ടാവും, അതിനെപ്പറ്റി പരിതപിക്കേണ്ട കാര്യമില്ല. പക്ഷേ നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെപ്പറ്റിയുള്ള ആ ചിന്തകൾ നമുക്ക് സ്വകാര്യമായിട്ടുള്ള ഒരു പാരഡൈസ് ലോസ്റ്റ് എന്നൊക്കെ മിൽട്ടൺ പറയുന്നത്, ഇത് നഷ്ടപ്പെടലാണ് പാരഡൈസ്. ഈ പാരഡൈസ് നമ്മുടേതായിട്ടുള്ള ഒരു സ്വകാര്യ സ്വർഗം. അത് നമ്മൾ അതിൽ നിന്ന് കൂടുതൽ അകലും തോറും മനസ്സുകൊണ്ട് അതിലേക്ക് കൂടുതൽ അടുക്കും. പക്ഷേ എഴുത്തിനൊരു കുഴപ്പമുണ്ട്. ഈ അസ്ഥാനത്തുള്ള വൈകാരികതയും അതിഭാവുകത്വവും നൊസ്റ്റാൾജിയയും പുതിയ പിള്ളേരെ എടുത്ത് ദൂരെ കളയും. അതുകൊണ്ട് എഴുതുമ്പോൾ നിൻ്റെ നൊസ്റ്റാൾജിയൊക്കെ മനസ്സിരിക്കട്ടെ. എഴുത്ത് ആധുനിക കാലത്തിൻ്റെ അഭിരുചികളോടുകൂടി ഇണങ്ങത്തക്ക രീതിയിൽ ഈ പഴയ ഓർമ്മകളെ നമ്മളൊന്ന് പ്രോസസ്സ് ചെയ്യണം. ഞാനൊരു അതിവൈകാരികതയുടെ എഴുത്തുകാരനല്ല, എൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൊന്നും അതിവൈകാരികതയില്ല. പക്ഷേ അതിനോട് എനിക്ക് വിലയില്ല എന്നല്ല, എപ്പോഴും അതാണ് നമ്മുടെ ഒരു അസറ്റാണ്, നമ്മുടെ ഒരു ഫൗണ്ടനാണ്. അവിടെ പോയി നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കാം. അത് നമ്മുടെ സ്വകാര്യതയും കൂടെയാണല്ലേ. അത് നമ്മുടെ അങ്ങനെ ഒരു സാധനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. എൻ്റെ മനസ്സിൽ, എൻ്റെ ഓർമ്മയിൽ മാത്രമുള്ള ഒരു സ്വകാര്യ സ്വർഗമാണ്. ഇതൊക്കെയാണ് നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത്, അല്ല കയ്യിലിരിക്കുന്ന പൈസയല്ല. ഇതാണ് പൈസ പോകുമല്ലോ. പൈസ എത്ര വന്നാലും അതിനേക്കാൾ ഇത്തിരി കൂടെ കൂടുതൽ കയ്യിൽ നിന്ന് പോകും. അതാണ് അങ്ങനെ ഒരു ജാതക ഗുണം എനിക്കുണ്ട്. 10,000 രൂപ കിട്ടി, ഇന്ന് 12,000 രൂപ ചിലവാകും. അതിലെനിക്ക് സങ്കടമില്ല. കാരണം അത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. പ്രകൃതി തന്നെ വിചാരിക്കുന്നത് നിനക്ക് തന്നിരിക്കുന്നത് സൂക്ഷിച്ച് വയ്ക്കാനല്ല, ഫ്ലോയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.